ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അജരക് മെറ്റീരിയലിൽ യോക്ക് പാറ്റേൺ മോഡൽ കുർത്തി എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്ലോത്ത് ഇവിടെ 4ആയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അതായത് യോക്ക് പാറ്റേൺ നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. 15 ഇഞ്ചിലാണ് ഞാനിവിടെ യോക്ക് പാറ്റേൺ മാർക്ക് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 14 ഇഞ്ച് കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ വിഡ്ത്ത് 7 ഇഞ്ച്, ഷോൾഡർ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് വിഡ്ത്ത് 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3, നെക്കിൻ്റെ ലെങ്ത്ത് 5.5. ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫ്രണ്ടിൽ നമ്മൾ യോക്കിൽ വേറൊരു പീസ് വെക്കുന്നുണ്ട് ക്ലോത്ത്, എങ്കിലും ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. താഴെ ഭാഗത്ത് അരേൻ്റെ അവിടെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കും ഫ്രണ്ടിലും ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യോക്ക് പാറ്റേൺ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനായിട്ട് ഇവിടെ 42 ഇഞ്ച് വീതിയും 32 ഇഞ്ച് നീളത്തിലുമാണ് ഈ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ട് 32 ഇഞ്ച് നീളവും 42 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുക്കുക. കാരണം ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ കുറച്ചധികം തുണി വേണം. അങ്ങനെ അത് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ നീളം 14 ഇഞ്ച്, പിന്നെ അതിൻ്റെ വീതി വരുന്നത് 8.25 ആണ്. 8.25 താഴേക്കൊരു 3 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ചരിച്ച് ഷേപ്പ് ചെയ്തിട്ട് സ്ലീവിൻ്റെ ബോട്ടം 5.5 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ അങ്ങനെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിത് എൻ്റെ അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു മാർക്കിംഗ് കൊടുക്കാം മാറിപ്പോവാതിരിക്കാൻ. ഫ്രണ്ട് സൈഡിലാണ് ഇത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ നമുക്ക് യോക്കിൽ വെക്കാനുള്ള ഭാഗം. അപ്പോൾ അതിനായിട്ട് യോക്കിൽ വെക്കാനുള്ള പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 13 ആണ്. പിന്നെ മുകൾ ഭാഗത്ത് വീതി 5.5, താഴെ ഭാഗത്ത് 4.5. എന്നിട്ട് അതൊന്ന് ഒരു ബക്കറ്റ് ഷേപ്പ് പോലെ വരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെയാണ് വരുന്നത്. ചെറുതായിട്ട് ലേസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ബ്ലാക്ക് ലേസ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഈ കറക്റ്റ് ആ ക്ലോത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉൾവശത്ത് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 1/4 ഇഞ്ച് ഗ്യാപ്പ് മതിയാവും. അതിലൊന്ന് വരച്ചു കൊടുത്തിട്ട് അതിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ആ ഉൾവശത്ത് വരച്ചില്ലേ, ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് മാർക്ക് ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അവിടെയാണ് നമ്മൾ ആ ബ്ലാക്ക് ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും. അതിന് മുൻപേ നമുക്കൊന്ന് ലേസ് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ലേസ് വെച്ച് കൊടുക്കാം. അതിന് ശേഷമാണ് ഈ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ നെക്ക് ചെയ്തെടുക്കുന്നത് ക്യാൻവാസിലാണ് കേട്ടോ. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ക്യാൻവാസിലാണ് ചെയ്തിട്ടുള്ളത്. ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ആ കോർണറിലായിട്ട് ഒരു ചെറിയ കട്ട് കൊടുക്കാം. 2 കോർണറിലും കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അങ്ങനെ ക്ലോത്ത് വെക്കുമ്പോഴും ചെറുതായിട്ട് ആ കോർണറിൽ എത്തുമ്പോൾ ഒരു കട്ട് കൊടുക്കാം. ആ കോർണറിലെത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗമൊക്കെ വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അവിടെ സൂചി കുത്തി തുണി തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന. തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്ത നെക്ക് സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളൊരു കട്ടിങ് കൊടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കൈത്തുന്നി തുന്നി കൊടുത്താൽ മതിയാവും. ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ അതായത് നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഫ്ലീറ്റ് ആദ്യം നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ യോക്കിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. യോക്ക് പാറ്റേണിൽ വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും അതുപോലെ ചെയ്തെടുക്കാം. ഇത് ബാക്ക് സൈഡിലത്തതാണ്. ബാക്ക് സൈഡിലത്തേതും ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലീറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ ആ പീസിൻ്റെ 2 സൈഡിലും നമുക്ക് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. കാരണം സ്ലിറ്റ് പോലെയാണ് ചെയ്യുന്നത്. അംബ്രല്ല കുർത്തി പോലെ ചെയ്യുന്നതല്ല, സ്ലിറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൽ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്ലാക്ക് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 4 ഇഞ്ച് വീതിയിൽ ആണ് ഇന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ബ്ലാക്ക് ക്ലോത്ത് വെച്ചില്ല, അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ ലേസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്ലീവ് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അവരവരുടെ ഷേപ്പ് എത്രയാണോ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.